ഓഫറുകൾ വന്നിരിക്കുകയാണ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നല്ല കിടിലൻ ഓഫറുകൾ വന്നിരിക്കുകയാണ്. ഒരു 10-15 ടോപ്പ് ഓഫറുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതല്ലാത്ത നോർമൽ ആയിട്ടുള്ള ഓഫറുകൾ വന്നത് ബാങ്ക് കാർഡിന് മേലുള്ള സാധാരണ 1000-2000 രൂപയുടെ ഓഫറുകളേ ഉള്ളൂ. അത് നിങ്ങൾ തന്നെ നോക്കി കളക്ട് ചെയ്യുക. അവരുടെ സൈറ്റിലെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, യാതൊരു കൺഫ്യൂഷനും ഇല്ല, ഈസി ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. അതല്ലാത്ത ടോപ്പ് ആയിട്ടുള്ള ബെസ്റ്റ് ഓഫറുകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഓഫർ നത്തിങ് ഫോൺ 2 45,000 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോണാണ്. ഇപ്പോൾ വന്നിട്ട് 35,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ആ വിലയ്ക്ക് ആ ഫോൺ അടിപൊളി ഫോണാണ്, തീർച്ചയായിട്ടും എടുക്കാം. സ്നാപ്ഡ്രാഗൺ 8+ Gen 1ന്റെ കിടിലൻ പെർഫോമൻസ് ഉണ്ട്, അതിൻ്റെ തന്നെ നല്ല ക്യാമറയുണ്ട്, നല്ല യൂണിക് ലുക്കിംഗ് ഉണ്ട്, നല്ല ബാറ്ററി ലൈഫ്, യാതൊരു വിഷയമില്ല, നല്ല UI കാര്യങ്ങളൊക്കെ അടിപൊളി ഫോണാണ്. 35,000 രൂപയ്ക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട് എടുക്കാം. ഇനി അടുത്തൊരു വമ്പൻ ഓഫറാണ് സാംസങ്ങിന്റെ S21 FE സ്നാപ്ഡ്രാഗൺ വേരിയന്റ്, സ്നാപ്ഡ്രാഗൺ 888 വേരിയന്റ് വന്നിട്ടുണ്ട്. അത് വന്നിട്ട് നമുക്ക് 30,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അത് 40,000 രൂപ റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു ഫോണാണ്. 40-45 പറഞ്ഞ് വന്നതാണ്, ഇപ്പോൾ 30,000 രൂപയ്ക്ക് ഓഫറിൽ കിട്ടുന്നുണ്ട്. ആ വിലയ്ക്ക് ഒരു സാംസങ് ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഗെയിമിംഗ് ഫോണായിട്ട് അത് എടുക്കരുത്, അവിടെ അതിനേക്കാൾ മികച്ച ഗെയിമിംഗ് ഫോണുകളുണ്ട്. സാംസങ്ങിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസും ക്യാമറയും 1 UI പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വേണമെന്നുള്ളവർക്ക് ദി ബെസ്റ്റ് ഓപ്ഷൻ ഇപ്പോൾ ഇതാണ്. സോ കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു ഓഫറാണ്. ഫോണിനെ കുറിച്ച് വിശദമായിട്ട് വീഡിയോ കണ്ടു നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം എടുക്കുക. ഓഫർ ഗംഭീരമാണ്. അടുത്തൊരു ഫോണാണ് ഐഫോൺ 15. 80,000 രൂപയാണ് അതിന്റെ വില. പക്ഷേ ഇപ്പോൾ 64,000 രൂപ റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. അടിപൊളി ഓഫറാണ്. ആ ഫോണിൽ 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ ഉള്ളൂ എന്നുള്ളത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് പറയാനുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും സെറ്റ് ഫോണാണ്. ഇത് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ബാറ്ററി ലൈഫ് വേണമെന്നല്ല ഇതിന്റെ പ്ലസ് വേരിയന്റ് എടുക്കുക. ഈ ബേസ് മോഡൽ എടുക്കാൻ നിൽക്കണ്ട. ബേസ് മോഡൽ എടുക്കുകയാണെങ്കിലും ഓക്കെയാണ്, ബാറ്ററി ലൈഫ് ഇത്തിരി കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റ് ഫോണാണ്. ആ വിലയ്ക്ക് ഒന്നും പറയാനില്ല, കണ്ണും പൂട്ടി പടയ്ക്കാം. അതിൻ്റെയും വിശദമായ വീഡിയോ കണ്ടു നോക്കുക, നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്, വിശദമായിട്ട് കാണുക. ഇനി അടുത്തതായിട്ട് കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു ഗംഭീര ഓഫറുള്ള ഫോൺ എന്ന് പറയുന്നത് Honor 90 ആണ്. ഈ ഫോൺ വന്ന് 35 രൂപ റേഞ്ചിലെ കൊണ്ട് ഇറക്കിയിട്ട് നമ്മൾ അന്നേ പറഞ്ഞത് 30 രൂപയ്ക്ക് താഴെയാണെങ്കിൽ മാത്രമേ ഈ ഫോൺ ഒരു നല്ല ഫോൺ ആവുള്ളൂ എന്ന്. പിന്നീട് അവർ പല സെറ്റപ്പിലൂടെ 30 രൂപ താഴെ എന്ന രീതിയിൽ പലപ്പോഴും ആ ഫോൺ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ട് 20,000 രൂപ റേഞ്ചിലാണ് ആ ഫോൺ കാണിക്കുന്നത്, 19,999. ഈ ഓഫറിന് ഒന്നും നോക്കാനില്ല, അടിപൊളി ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 പ്രോസസ്സറാണ് വരുന്നത്. 200 മെഗാ പിക്സലിന്റെ ക്യാമറ, ക്വാഡ് കർവ് ഒരു ഡിസ്പ്ലേ, പിന്നെ അവരുടെ ഒരു വലിയ തിരിച്ചുവരവെന്ന് പറയും. ഈ വിലയ്ക്ക് ഈ ഫോൺ മുമ്പേ കൊടുത്തിരുന്നുവെങ്കിൽ ഗംഭീര സെറ്റപ്പ് ആയനെ. ആ ലോഞ്ച് ടൈമിലെങ്കിലും ഈ ഒരു പ്രൈസിന് ഈ സംഭവം കൊടുത്തിരുന്നുവെങ്കിൽ തകർത്തേനെ ആ ഒരു തിരിച്ചുവരവ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഓഫർ ടൈമിലാണ് അവർ ഇത് 20 രൂപയ്ക്ക് കൊടുക്കുന്നത്. മിസ്സാക്കണ്ട, നല്ല ഐറ്റമാണ്. വീഡിയോ കണ്ടു നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലൻ ഫോണാണ് മോട്ടോ എഡ്ജ് 40. 24,999 ഈ ഫോണിന്റെ വില. ഡയമൻസിറ്റി 820 നല്ലൊരു POLED ഡിസ്പ്ലേ, അതേപോലെ നല്ല ക്യാമറ എല്ലാം ഉണ്ട് ഇതിനകത്ത്. പക്ഷേ 24 രൂപ കൊടുത്ത് തീർക്കുന്നതിനേക്കാൾ നല്ലത് 22 രൂപയ്ക്ക് എഡ്ജ് 40 നിയോ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു രസമുള്ള നല്ല ഫോൺ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എഡ്ജ് 40 നിയോ അതിൽ വലിയ ഭയങ്കര ഓഫറുകളൊന്നും കാണാനില്ല, പക്ഷേ ആ ഫോണായിരിക്കും കുറച്ചുകൂടി നന്നാവുക എന്നുള്ളത് എൻ്റെ ഒരു സജഷൻ മാത്രം. സോ എഡ്ജ് 40 ഇപ്പോൾ 24 രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 40 എടുക്കണോ നിയോ എടുക്കണോ അത് നിങ്ങൾ അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ കണ്ടു നോക്കിയിട്ട് തീരുമാനിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ IP6 റേറ്റിംഗ് ഒക്കെയുള്ള നമ്മുടെ എഡ്ജ് 40 നിയോ 22 രൂപയ്ക്ക് കിട്ടുമ്പോൾ അത് മതി എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി അടുത്ത നല്ല ഓഫർ എന്ന് പറയുന്നത് പോക്കോ M6 Pro 9,999 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഫുൾ HD ഡിസ്പ്ലേ, 90 ഹെർട്സ് ഡിസ്പ്ലേ, അതിൻ്റെ ഒപ്പം തന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 പ്രോസസ്സർ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ക്യാമറ സെറ്റപ്പ് ഉണ്ട്, നല്ല ബാറ്ററി ലൈഫ്, വേറെ വിഷയങ്ങളൊന്നും ഇല്ല. സോ മൊത്തത്തിൽ നല്ലൊരു ഫോൺ. ആ ഒരു ഫോൺ 5G ഫോണും കൂടിയാണ് 9,999 കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു ഫോൺ തന്നെയാണ്. പിന്നെ പോക്കോ പലർക്കും താല്പര്യമില്ലാന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും ചെക്ക് ചെയ്ത് നോക്കുക. പോക്കോ എടുത്തിട്ട് ആൾക്കാരൊക്കെ ഇവിടെ നൈസായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തോ 1-2 ഫോൺ അവരുടെ മോശമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കുക. ആ വിലയ്ക്ക് അത് വർത്താണ് സ്പെക് വൈസ്. ഇനി അടുത്തൊരു ഓഫറിംഗ് ആണ് പോക്കോയുടെ X5 വന്നിട്ട് 12,999 കൊടുക്കുന്നുണ്ട്. ആ വിലയ്ക്ക് പോക്കോ X5 അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. സ്നാപ്ഡ്രാഗൺ 695 120 ഹെർട്സിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട് അതിനകത്ത്. ബാക്കി നല്ലൊരു ക്യാമറയും ബാറ്ററിയും എല്ലാം ഉണ്ട്. പോക്കോ S5 ആ പ്രൈസിന് സെറ്റ് സംഭവമാണ്. സ്നാപ്ഡ്രാഗൺ 695. പക്ഷേ എന്താ ഒരു ചെറിയ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 11,000 രൂപയ്ക്ക് നമ്മുടെ മോട്ടോയുടെ G34 എന്ന ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. അതിലും ഈ പ്രൊസസ്സർ തന്നെയാണ്. അതിപ്പോൾ ഈ എക്സ്ചേഞ്ച് ഓഫർ വെച്ച് നോക്കുകയാണെങ്കിൽ 9,999 രൂപ, 10,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ആ ഫോണിലും സ്നാപ്ഡ്രാഗൺ 695 പക്ഷേ അതിൽ HD+ ഡിസ്പ്ലേ ഉള്ളൂ. ഇവിടെ പോക്കോ S5 12,999 നിങ്ങൾ കൊടുത്താൽ 120 ഹെർട്സിന് സൂപ്പർ AMOLED ഡിസ്പ്ലേ കിട്ടും. സോ നല്ല പെർഫോമൻസും നല്ല ഡിസ്പ്ലേയും ആവശ്യത്തിന് നല്ല ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പോക്കോ S5 ആണ് നല്ല ഓപ്ഷൻ. ബട്ട് 11 രൂപ റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ പോക്കോ M6 പ്രോയോ അല്ലെങ്കിൽ മോട്ടോ G34 നോക്കുക. G34ൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, കണ്ടു നോക്കുക. നല്ല ഫോണാണ്, ഡിസ്പ്ലേ HD+ ആണെന്ന് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും സെറ്റപ്പ് ഓക്കെയാണ്. ഇനി മോട്ടോയുടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫോൺ, ഇത്തിരി കൂടി നല്ല ക്യാമറയും നല്ല സെറ്റപ്പ് ഉള്ളൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി നല്ല ബാറ്ററി ലൈഫ് ഉള്ളൊരു മോട്ടോ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ G54 നോക്കാട്ടോ. ഈ ഫോൺ വന്നിട്ട് 12,999. നമ്മൾ ഈ പറഞ്ഞ പോക്കോ S5ൻ്റെ റേഞ്ചിൽ നിൽക്കുന്നുണ്ട്.
ആ ബഡ്ജറ്റ് കയ്യിലുണ്ടെങ്കിൽ മോട്ടോ ഫോണാണ് നോക്കുന്നെങ്കിൽ 6000 mAh ബാറ്ററിയുള്ള ഫോണാണ് ഈ പറഞ്ഞ മോട്ടോ G54. Dimensity 7020 എന്ന പ്രോസറാണ്. ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. 50 MP ക്യാമറ, OIS ക്യാമറയൊക്കെ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ നല്ലൊരു ഐറ്റം ആണ്. സോ 6000 mAh ബാറ്ററി എന്ന ഹെവി ബാറ്ററി ഒക്കെ വേണം നിങ്ങൾക്ക് മോട്ടോയുടെ ഒരു ക്ലീൻ എക്സ്പീരിയൻസും വേണമെന്നുണ്ടെങ്കിൽ G54 നോക്കാം. 13,000 രൂപ താഴെ ഇപ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് iPhone 13. അതൊരു അടിപൊളി ഐറ്റമാണ്. 48 സംതിങ്ങിന് കാണിക്കുന്നുണ്ട്. അടിപൊളി ഡീലാണ്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. iPhone 13 സീരീസിലാണ് ഈ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ഒക്കെ ധാരാളമായിട്ട് കേട്ടത്. എന്നാലും അത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലാതെ. സോ 13 എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 48,000 റേഞ്ചിൽ കാണുന്നു, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇനി അടുത്തൊരു ഓഫറാണ് iQ Neo 7 കാണുന്നത്. 23,999 അത് കാണുന്നുണ്ട്. 120 Hz AMOLED ഡിസ്പ്ലേ, 120 വാട്ടിന്റെ ചാർജിങ്, അതേപോലെ തന്നെ Dimensity 8200 എന്ന പ്രോസർ. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ആ വിലയ്ക്ക് iQവിൻ്റെ ഒരു ഗെയിമിംഗ് ഫോൺ നോക്കുന്നുവെങ്കിൽ അടിപൊളിയാണ്. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു സാംസങ്ങിൻ്റെ ഫോണാണ് വേണ്ടതെങ്കിൽ സാംസങ്ങിൻ്റെ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ഫോൺ എന്ന് പറഞ്ഞാൽ F34 എങ്കിലും നിങ്ങൾ എടുക്കണം. അപ്പോഴാണ് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക. F34ലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല AMOLED ഡിസ്പ്ലേ ഉണ്ട്, Exynos 1280 എന്ന പ്രോസർ ഉണ്ട്, 50 MP OIS ക്യാമറയുണ്ട്, അത്യാവശ്യം വേണ്ടുന്ന ബാക്കി എല്ലാ One UI ഫീച്ചേഴ്സും അതിനകത്തുണ്ട്. ഒരു ഡീസൻറ്റ് സാംസങ് ഫോൺ ആ വിലയ്ക്ക് അതാണ് കിട്ടാനുള്ളത്. പിന്നെ ഇതുപോലത്തെ കുറേ ഓഫറുകൾ, ബാങ്ക് കാർഡിൻ്റെ ഓഫറുകളാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക. 1000-2000 ഓഫറുകളെ ബാക്കി അങ്ങോട്ട് കാണുന്നുള്ളൂ. വമ്പൻ ഓഫറുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെയാണ്. ഇത് കൂടാതെ ഉള്ളത് ചെറിയ ചെറിയ ഓഫറുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. സോ അതൊക്കെ നിങ്ങൾ ആ സൈറ്റിൽ കയറി നോക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് സജഷൻ ആയിട്ടുള്ളത്, അതായത് റിയൽമി 11 സീരീസ് ഒക്കെ എടുക്കാൻ പോകുന്ന, റിയൽമി സീരീസ് ഇഷ്ടപ്പെട്ടിട്ട് ആ നമ്പർ സീരീസ് എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ 12 സീരീസ് ഇറങ്ങാൻ പോവാണ്. അതുകൊണ്ട് അതിപ്പോൾ ചാടിക്കയറി വാങ്ങിക്കേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യാം. അതേപോലെ iQ Neo 7 Pro ഞാൻ പറഞ്ഞില്ല, വലിയ ഓഫർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തിരക്ക് പിടിച്ച് അതൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട. കാരണം iQ 9 ഇറങ്ങാൻ പോവാണ്. ചിലപ്പോൾ വ്യത്യസ്തമായ ഒരു ഗംഭീര പെർഫോമൻസ് ഒക്കെ നമുക്ക് അതിൽ കിട്ടിയേക്കാം. സാംസങ് S23 Ultra ഞാൻ ഓഫർ പറഞ്ഞില്ല, കാരണം അത് എടുക്കാൻ പോകണ്ട. കാരണം S24 Ultra 17-ാം തീയതി ഇറങ്ങുകയാണ്. സോ അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി നല്ല നല്ല ഫോണുകൾ വരുന്നുണ്ട്. തിരക്ക് പിടിച്ച് പോയിട്ട് അതൊന്നും എടുക്കാതിരിക്കുക, വെയിറ്റ് ചെയ്യുക. അതായിരിക്കും എൻ്റെ സജഷൻ. പിന്നെ ആമസോണിൽ SBI കാർഡിന്മേലാണ് ഓഫർ വരുന്നത്. അതുപോലെ ഫ്ലിപ്കാർട്ടിൽ ICICI കാർഡിന്മേലാണ് ഓഫർ വരുന്നത്. സോ അത്രയുമാണ് നമ്മുടെ ഒരു ഓഫർ വീഡിയോ. പ്രധാനപ്പെട്ട ഓഫറുകൾ മാത്രമാണ് പറഞ്ഞത്. ബാക്കിയുള്ളത് അവരുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.